അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഒന്ന്, ആഗസ്റ്റ് 12-ാം തീയതി കർത്തവാവിന്റെ ആ ദിവസം നടക്കുന്ന ബലിതർപ്പണം ഭംഗിയായി സൗകര്യപ്രദമായിട്ട് നടപ്പാക്കുക. രണ്ട്, ലോങ് റണ്ണിൽ നിലവിലുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഒരു ദീർഘമായ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിനൊരു പിൽഗ്രീം ടൂറിസമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിൻ്റെയും നഗരസഭയുടെയും സംസ്ഥാന സർക്കാർ 3 ഭരണത്തിന്റെ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 12-ാം തീയതിയുള്ള സംവിധാനത്തിന് ഇറിഗേഷൻ വകുപ്പ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ നടത്തുന്നുണ്ട്. പക്ഷെ അത് 12-ാം തീയതി വരെയുള്ളൂ. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്തിനെ സംബന്ധിച്ച് 970-കളിലൊക്കെ ഞാനിവിടെ വരുമ്പോൾ അന്നൊക്കെ ഇവിടെ മുങ്ങിക്കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു, അസ്ഥി ഒഴുക്കിയിരുന്നു, അത്രയുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കാലക്രമേണ അത് വളരെയധികം വെള്ളം ഒഴുകി പോവാത്തൊരവസ്ഥയുണ്ടായി. ഇതെല്ലാം എല്ലാ വർഷവും സാധാരണ വാവ് കാലത്ത് മാത്രം തൽക്കാലത്തേക്ക് ഒരുക്കങ്ങൾ നടത്തും, അതിനുശേഷം വീണ്ടും പഴയ പോലെയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ ഈ പിൽഗ്രീം ടൂറിസത്തിൽ ഉൾപ്പെടുന്നതോടുകൂടി ഇവിടെ നല്ലൊരു ഡെവലപ്മെന്റ് ഇവിടെ നടത്താൻ കഴിയും. ഇപ്പോൾ 12-ാം തീയതി ഉള്ളതിന് 11ഓളം ഷെഡുകൾ ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കാത്ത വെള്ളം ഒരിക്കലും കുടിക്കാൻ കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഷിഹല്ലയുടെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അതിൽ കുറെ കൂടെ വിജിലന്റ് ആയിരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തവണത്തെ ബലിതർപ്പണങ്ങൾ നല്ല രീതിയിൽ നടത്താനും അതിനുശേഷം ഒരു സ്ഥിരമായിട്ടുള്ള ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാനുമാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെ നല്ല ഒരു സഹകരണം കോർപ്പറേഷൻ, അതുപോലെ കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, മൂന്ന് വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടുത്തെ വികസന കാര്യങ്ങൾ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ 12-ാം തീയതി കഴിഞ്ഞാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കും. അതുണ്ടായിരുന്നു. അവരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല, പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇല്ല, അത് അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ രോഗികൾക്ക് ചൊറിച്ചലും അസ്വസ്ഥതയൊക്കെയാണ് ഉണ്ടായത്. അവരെ ആ വാർഡ് മാറ്റിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഏർപ്പാട് അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. DME അവിടെ സൈറ്റിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും. ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രം ജയിൽ പോലെയാണെന്നാണ് കോടതിയുടെ ഒരു പ്രസ്താവന. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ പ്രപ്പോസല് ഇതുവരെ അവിടെ നടപ്പായിട്ടില്ല. അടുത്ത് തന്നെ അവിടെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തന്നെ സൈറ്റിൽ പോയി അവിടെ മറ്റ് ബദൽ സംവിധാനങ്ങൾ ചെയ്യുന്നതാണ്. അവിടെ രോഗികളെ തികച്ചും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവിടെ പാർപ്പിച്ചിട്ടുള്ളത്. ടോയ്ലറ്റുകളൊക്കെ പലതും പൊട്ടിയൊലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ നടപ്പാക്കും. കെട്ടിടങ്ങൾ കുറച്ചൊക്കെ ഇടിച്ച് മാറ്റേണ്ടി വരും. ബദൽ സംവിധാനം ഉണ്ടാക്കണം ഡെവലപ്മെന്റ് കഴിയുന്നവരെ. ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ ആ സൈറ്റിൽ പോയി കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അത് നടപ്പാക്കും. കോടതി തന്നെ ഒരു വിമർശനം ജയിലാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞൊരു മാസങ്ങൾക്ക് മുമ്പ് ഇതിനൊരു പ്രതി അവിടുന്ന് ചാടിപ്പോവുകയും പിന്നെ അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടുകയും ചെയ്തത്. അല്ല, അവിടുത്തെ പോരായ്മകളുണ്ടല്ലോ. കാരണം ചില സ്വകാര്യ കേന്ദ്രങ്ങളൊക്കെ അവര് 1-2 സ്വകാര്യ കേന്ദ്രങ്ങളിൽ ഈ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങളിൽ ഞാനൊരു സന്ദർശനം നടത്തിയിരുന്നു. അവർ കുറെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇപ്പം മുൻകാലങ്ങളിലും അവിടെ ആൾക്കാർ ചാടിപ്പോലും അതിന്റെ അകത്ത് തന്നെ ഒരിക്കൽ MLA ഇരിക്കുമ്പോൾ ഞാനുള്ളപ്പോൾ തന്നെ ഒരാളവിടെ ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിന്റെ ഒരു സ്ട്രക്ചർ മാറ്റണം. അതെ, അത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു.